ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരീക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഡോട്ട് ലേസർ വെച്ചിട്ട് DJ ലേസർ മെഷീൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ വേണ്ട. അപ്പോൾ എല്ലാവരും DJ ലേസർ മെഷീൻ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. DJ ലേസർ മെഷീൻ അല്ല, അതിന് സമാനമായിട്ടൊരു വേറൊരു മെഷീനാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. വാ. മച്ചന്മാരെ, ആദ്യം നമുക്ക് ഇതേപോലത്തെ ഒരു മിററാണ് ഉണ്ടാക്കേണ്ടത്. നമുക്ക് ഈ ഗ്ലാസ് രണ്ടെണ്ണം ഊരി എടുത്തിട്ടുണ്ട്. അതിന്റെ ഏകദേശം സെന്റർ ഭാഗം നോക്കി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് 2 5 വോൾട്ട് DC മോട്ടറാണ് കേട്ടോ. അതിന്റെ ഫ്രണ്ടിൽ വെക്കാൻ 2 ഗിയർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേപോലെ ലൈറ്റർ എടുത്തിട്ട് ആ ഗിയറിന്റെ സൈഡ് നൈസായിട്ടൊന്ന് ചൂടായി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ചെറിയൊരു ബെൻഡ് മതിയേ. ഇതുപോലെ തന്നെ 2 മോട്ടറിന്റെ നമുക്ക് ബെൻഡ് ചെയ്തെടുക്കാമേ. ഇനി നമ്മൾ ബെൻഡ് ചെയ്ത പീസ് നമ്മൾ മോട്ടറിമേന്ന് ഊരി എടുക്കാമേ. അടുത്തായിട്ട് നമ്മൾ എറാൾഡിറ്റിന്റെ പശ എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിക്ക് നമുക്ക് മിക്സ് ചെയ്തെടുക്കാമേ. ഇനി ഈ പശ നമുക്ക് 2 ഗ്ലാസിന് സെന്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കാരണം ഈ നമ്മൾ നേരത്തെ ബെൻഡ് ചെയ്ത പാർട്ട് നമുക്ക് ഇതിനകത്ത് ഒട്ടിച്ചു വെക്കണം. അതിന് വേണ്ടിയിട്ട് ഈ പശ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. വിട്ടു പോകരുത്. ഞാനിപ്പോൾ ഇത് കറക്റ്റ് സെന്റർ അല്ല കേട്ടോ ഒട്ടിക്കണേ. ഏകദേശം ഒരു സെന്റർ വെച്ചിട്ടാണ് ഒട്ടിക്കണത്. അപ്പോൾ നമുക്ക് ഇനി സെറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അറിയാം എന്തെങ്കിലും ബാലൻസ് വ്യത്യാസം ഉണ്ടെങ്കിൽ ചെറിയൊരു വൈബ്രേഷൻ വരാൻ സാധ്യതയുണ്ട്. ഇനി നമ്മുടെ മെഷീന്റെ ബേസ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മൾട്ടിവുഡിന്റെ PC കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി നമ്മുടെ മോട്ടർ സെറ്റ് ചെയ്യാൻ പാകത്തിന് ഇതുപോലത്തെ 2 മൾട്ടിവുഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഇതുപോലെ വെക്കാനുള്ള ഭാഗത്തിന് വേണ്ടിയിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തേക്കണം. നമ്മുടെ മോട്ടർ വെക്കാനുള്ള മൾട്ടിവുഡിന്റെ പീസിൽ നമുക്ക് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു കേബിൾ ടൈ ഏറി വിടുന്ന ടൈപ്പിൽ 2 ഹോള് നമുക്ക് സെറ്റ് ചെയ്യാമേ. ഇനി ഇതിലേക്ക് നമുക്ക് കേബിൾ ടൈ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ 2 പീസിലേക്ക് നമുക്ക് ഇതുപോലെ തന്നെ കേബിൾ ടൈ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടേ. നമ്മൾ നേരത്തെ ഒട്ടിച്ച് വെച്ച മിററിന്റെ പീസ് നമുക്ക് മോട്ടറിലേക്ക് സെറ്റ് ചെയ്യാമേ. ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് നമുക്ക് ഇവിടെ നമ്മുടെ മോട്ടർ ഒട്ടിച്ച് വെച്ചിട്ട് നമുക്ക് ടൈ അടിച്ച് സെറ്റ് ചെയ്ത് കളയാം കേട്ടോ. ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടെങ്കിലും മോട്ടർ ഇവിടെ നനങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്യണത്. ഇതേപോലെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കേബിൾ ടൈ അടിച്ച് അവിടെ ടൈറ്റായി കളയാമേ. ഇനി ഒരു സ്ക്രൂ ഉപയോഗിച്ച് നമുക്ക് ഈ മോട്ടർ അടിഭാഗത്തായിട്ട് നമുക്ക് ഉറപ്പിച്ച് നിർത്താട്ടാ. നമുക്ക് അടിഭാഗത്ത് നമുക്ക് സ്ക്രൂ ചെയ്തൊന്ന് ഉറപ്പിച്ച് നിർത്താമേ. ഇനി നമ്മുടെ മോട്ടറിലേക്ക് 2 വയർ സോൾഡർ ചെയ്തെടുക്കാട്ടാ. അടുത്ത മോട്ടർ നമുക്കിത് ഈ ഭാഗത്തായിട്ട് സെറ്റ് ആക്കാട്ടാ. അപ്പൊ ഇത് നമുക്കൊരു സ്ക്രൂ ഉപയോഗിച്ച് നമുക്ക് സെറ്റ് ആക്കി നിർത്താമേ. നമുക്ക് ഈ മോട്ടറും ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചിട്ട് കേബിൾ ടൈ അടിച്ച് ടൈറ്റായി കളയാട്ടാ. അപ്പോൾ നമുക്ക് ഈ മോട്ടറിലേക്ക് 2 വയർ നമുക്ക് സോൾഡർ ചെയ്തെടുക്കാമേ. ഇനി ഒരു ഫ്ലെക്സ് സ്റ്റിക്ക് വെച്ച് നമുക്ക് ഈ 2 മോട്ടറോട് ഒട്ടിച്ച് സെറ്റായി കളയാട്ടാ. ഇനി ഞാൻ എടുത്തേക്കണത് ഇതുപോലത്തെ ഒരു 5 വോൾട്ടിന്റെ ലേസർ മോഡ്യൂളാണ് കേട്ടോ. നമ്മുടെ ലേസർ മോഡ്യൂൾ എടുപ്പിക്കാൻ ഇതൊരു മൾട്ടിവുഡിന്റെ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇവിടെ ഒരു ഹോൾ ചെയ്തിട്ട് ഇതുമേ സെറ്റാക്കി നിർത്താമേ. നമ്മത് ഹോൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഹോള് വഴിയിട്ട് നമുക്ക് ലേസർ മോഡ്യൂൾ കയറ്റി സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. നമ്മുടെ ലേസർ മോഡ്യൂൾ മിററിന്റെ നേരെ പൊസിഷൻ നോക്കിയിട്ട് നമുക്ക് ഫ്ലെക്സ് ഉപയോഗിച്ച് ഒട്ടിച്ച് നിർത്താം കേട്ടോ. ഇനി നമ്മുടെ മെഷീന്റെ ഫ്രണ്ട് പാനൽ നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ഗ്ലാസ് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതേ ഇൻഡു മാർക്ക് ചെയ്തേക്കണം കേട്ടോ നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ട പോർഷൻ. അപ്പോൾ ഈ ഗ്ലാസ് വെക്കേണ്ട ഭാഗം ഇതുവരെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിരിഞ്ഞ് വെക്കാൻ വേണ്ടി ഒരു ഗ്ലാസും കൂടി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ബാക്ക് സൈഡ് വെക്കാൻ വേണ്ടി ഇതുവരെ പീസും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലാണ് നമ്മുടെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇതിലാണ് വരുന്നത്. അപ്പോൾ ഇതിനുള്ള ഹോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ സെപ്പറേറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. സ്വിച്ചിനുള്ള മാർക്കിങ്ങും എല്ലാം ചെയ്തെടുക്കണം. ഇതാണ് നമ്മുടെ റെഗുലേറ്റർ വന്ന കേട്ടോ. ഫാൻ മോട്ടർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി വെക്കണ റെഗുലേറ്ററാണ്. നമുക്കിത് 5 മുതൽ 35 വോൾട്ട് വരെ സപ്പോർട്ട് ചെയ്യും. ഇതിൽ 4.5 കൊടുത്തേക്കുന്നത് കേട്ടോ. പക്ഷെ 5 വോൾട്ട് വെച്ചിട്ടാണ് ഞാൻ ഇതിൽ കണക്ട് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതുപോലത്തെ 2 റെഗുലേറ്റർ എടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്വിച്ച് വേണം. നമുക്ക് ഇത് പവർ ഓൺ ചെയ്യാൻ വേണ്ടി ഓഫ് ആക്കാനായിട്ട് ഒരു സ്വിച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി വേണ്ടത് നമ്മുടെ അഡാപ്റ്ററിന്റെ ജാക്കാണ് കേട്ടോ. ഇത് നമുക്ക് ചാർജർ പ്ലഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ.
ഇനി ഇതിന്റെ ബോർഡിലേക്കെല്ലാം ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഇത് നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് ഹോൾ ചെയ്തെടുക്കാമേ. മച്ചാന്മാരെ, നമ്മുടെ മൾട്ടിവുഡ് ഇത്തിരി കനം കൂടുതലായതുകൊണ്ട് നമുക്ക് ഇതുവരെ ഇത്തിരി ഹോൾ ചെയ്ത് തുറന്നെടുക്കേണ്ടി വന്നട്ടാ. ഇതുവരെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്, ഹോളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് ഇതെല്ലാം ഫിറ്റ് ചെയ്യാനുള്ള പാകത്തിനാക്കി എടുത്തിട്ടുണ്ടേ. മച്ചാന്മാര്, നമ്മുടെ മേൽഭാഗവും സൈഡ് ഭാഗവും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുവരെ തന്നെ ഒരു പീസ് എല്ലാം അളവെടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിനെ ഒട്ടിച്ച് സെറ്റാക്കി എടുക്കാമേ. നമുക്കൊരു ഫ്ലഷ് കിക്ക് ഉപയോഗിച്ച് നമുക്ക് ഇതെല്ലാം ഒട്ടിച്ച് നല്ല സെറ്റാക്കി എടുക്കാം കേട്ടോ. അതിന്റെ കവറൊക്കെ ഒട്ടിച്ച് നമ്മൾ വെറുതെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയുണ്ട് കേട്ടോ. സാൻഡർ മെഷീൻ ഉപയോഗിച്ച് ഞാൻ ഇതിന്റെ എഡ്ജൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് റൗണ്ട് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലത്തെ മരത്തിന്റെ ഡിസൈനുള്ള ഒരു സ്റ്റിക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു വാൾ സ്റ്റിക്കറാണ്. ഇത് നമുക്ക് ഇതിന്റെ ടോപ്പ് കവറിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ ഫ്രണ്ടിലെ ഗ്ലാസ് വെക്കാൻ വേണ്ടി ഒരു കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ അളവിൽ നമുക്കൊരു ഗ്ലാസ് കട്ട് ചെയ്തെടുക്കണമേ. ഇതിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് നമുക്ക് ഒരു ഗ്ലാസിൻ്റെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഈ ഗ്ലാസ് കട്ടർ ഉപയോഗിച്ച് നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഗ്ലാസ്. നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന പാനലിൽ നമ്മൾ കുറച്ച് ഹോളും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ കുറച്ച് ലേസർ ലൈറ്റും കൂടി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നമുക്ക് കുറച്ച് ലേസർ ലൈറ്റും കൂടി വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാമേ. ഇനി നമുക്ക് ഈ ഫ്രണ്ട് പാനലും ബാക്ക് പാനലൊക്കെ ഒന്ന് ജസ്റ്റ് പെയിന്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സ്പ്രേ പെയിന്റ് ഉപയോഗിച്ച് ഞാൻ പെയിന്റ് ചെയ്തെടുക്കാനുണ്ട്. അങ്ങനെ നമ്മുടെ പെയിന്റ് അടിച്ച പാർട്സ് ഒക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഗ്ലാസ് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ ഗ്ലാസ് ഗ്ലൂ ഗണ്ണ് വെച്ച് സെറ്റ് ചെയ്ത് നിർത്താം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ മോട്ടറിന്റെ റെഗുലേറ്റർ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ മോട്ടറിന് എഴുതിയേക്കണ ഭാഗത്ത് മോട്ടറിന്റെ പോസിറ്റീവ് നെഗറ്റീവും വീന്നിട്ടേക്കണ നമുക്ക് വോൾട്ടേജ് നെഗറ്റീവും പോസിറ്റീവും ആയിട്ട് അത് കൊടുക്കാനുള്ളത്. അത് കൊടുത്ത് നമുക്ക് റെഗുലേറ്റർ ചെയ്താൽ നമുക്ക് മോട്ടറിന്റെ സ്പീഡ് കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും കേട്ടോ. ഇതിൽ മാർക്ക് ചെയ്തേക്കണ ഒരു കണക്ഷൻ മാറാണ്ട് കൊടുത്താൽ മാത്രം മതി. നമുക്ക് ഓരോ മോട്ടറും ഓരോ റെഗുലേറ്ററിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇനി വേണ്ട ഇതേവരെ നമ്മുടെ ജാക്ക് എടുക്കാം കേട്ടോ. ഇതിന് നമുക്ക് ചാർജർ കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് വലിയ പിന്ന് കാണുന്നത് നെഗറ്റീവും ചെറിയ പിന്ന് കാണുന്നത് പോസിറ്റീവുമാണ് കേട്ടോ. ഇനി നമുക്കിതെല്ലാം നമ്മുടെ ഈ പുറകിലത്തെ പാനലിലേക്ക് സെറ്റ് ചെയ്യാം. സ്വിച്ചും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്ത് നിർത്താമേ. ആദ്യമായിട്ട് നമുക്ക് ജാക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാമേ. ഇനി നമ്മുടെ സ്വിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാമേ. ജസ്റ്റ് പ്രസ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. നല്ല ടൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 2 റെഗുലേറ്റർ ഇതിനകത്തോട്ട് സെറ്റ് ചെയ്താട്ടോ. നമുക്ക് ഇതേപോലെ ഒരു വയറിന്റെ പീസ് എടുത്ത് നമ്മുടെ പോസിറ്റീവിൽ നിന്ന് നമുക്ക് സ്വിച്ചിലേക്ക് ഒന്ന് സോൾഡർ ചെയ്തെടുക്കാമേ. ഇനി നമ്മൾ ഇതേപോലെ ഒരു ബാറ്ററി ചാർജിങ് മോഡ്യൂൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാർജിങ് മോഡ്യൂൾ നമുക്ക് ഇത് ഗ്ലൂ ഗണ്ണ് വെച്ച് ഇവിടെ സെറ്റ് ചെയ്ത് നിർത്താമേ. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് നമുക്ക് നമ്മുടെ ലേസറിൻ്റെ നെഗറ്റീവ് ലൈൻ നെഗറ്റീവിലേക്കും പോസിറ്റീവ് ലൈൻ പോസിറ്റീവിലേക്കും കൊടുക്കാം കേട്ടോ. 2 കഷ്ണം വയർ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ റെഗുലേറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഒന്ന് ലിങ്ക് ചെയ്തിടാം കേട്ടോ. ഇനി നമ്മുടെ ജാക്കിൻ്റെ നെഗറ്റീവ് ലെവലിലേക്ക് ഒരു വയർ സോൾഡർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ നെഗറ്റീവ് വയർ നമ്മുടെ ചാർജിങ് മോഡ്യൂളിന്റെ നെഗറ്റീവിലേക്കും അതുപോലെ തന്നെ നമ്മുടെ റെഗുലേറ്ററിന്റെ നെഗറ്റീവിലേക്കും കൊടുക്കണം കേട്ടോ. സ്വിച്ചിന്റെ പോസിറ്റീവിൽ നിന്ന് നമുക്കൊരു വയർ സോൾഡർ ചെയ്ത് നമ്മുടെ ചാർജിങ് മോഡ്യൂളിന്റെ പോസിറ്റീവിലേക്കും പിന്നെ അതുപോലെ തന്നെ റെഗുലേറ്ററിന്റെ പോസിറ്റീവിലേക്കും കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് പാനൽ സെറ്റ് ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്ലസ് കിക്ക് ഉപയോഗിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ മച്ചന്മാരെ, പ്ലാനിൽ ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ. ഇത് നമ്മളൊരു ഗ്രീൻ ലേസർ ലൈറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഈ ഇപ്പോൾ വെച്ചേക്കുന്നത് റെഡ് ലൈറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഗ്രീനും കൂടി നമ്മൾ ഡ്രില്ല് ചെയ്തത് അതിൻ്റെ ഒപ്പം തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ 2 ലേസർ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രീൻ ലേസർ വർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒരു ഡയോഡ് എടുക്കുന്നുണ്ട് കേട്ടോ.
നമ്മുടെ ഡയോഡിന് നെഗറ്റീവും പോസിറ്റീവും വശമുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം പിടിപ്പിക്കാനായിട്ട്. പോസിറ്റീവ് സൈഡിൽ നിന്ന് നെഗറ്റീവ് സൈഡിലേക്കാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ പോസിറ്റീവ് സൈഡ് നമുക്ക് ബോർഡിൽ കൊടുക്കുന്നുണ്ട്. ഒരു വരെയുള്ള ഭാഗമുണ്ട്, അത് നമുക്ക് നെഗറ്റീവ് സൈഡാണ്. അത് നമുക്ക് ഔട്ടിലേക്ക് കൊടുക്കുന്നത് കേട്ടോ. അത് നമുക്കൊരു കപ്പാസിറ്റർ വെച്ചിട്ട് വേണം വർക്ക് ചെയ്യിക്കാനാണ്. ഞാനിപ്പോൾ 6 വോൾട്ടിൻ്റെ അഡാപ്റ്റർ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഈ ചാർജിങ് മൊഡ്യൂളെല്ലാം ഉപയോഗിക്കേണ്ടി വന്നത്. നമുക്ക് 5 വോൾട്ടിൻ്റെ ആണ് ഈ സാധനം ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് നമുക്ക് കൊടുക്കുന്നതാണ്. ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ 5 വോൾട്ടിൻ്റെ അഡാപ്റ്റർ തന്നെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ മൊഡ്യൂൾ ചാർജിങ് മൊഡ്യൂളിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല, ഡയറക്റ്റ് നമുക്ക് കൊടുക്കാം. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ ഗ്രീൻ ലേസർ ലൈറ്റിന്റെ നെഗറ്റീവ് ലൈൻ കൂടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പരിപാടി കഴിഞ്ഞാട്ടോ. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് നമ്മുടെ ഫ്രണ്ടിൽ കുറച്ച് ലേസർ ലൈറ്റ് കൂടി സെറ്റ് ചെയ്യാനുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ടിലത്തെ ലേസർ ലൈറ്റ് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 9 ലേസർ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 9 ഹോളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഓരോന്നിലേക്കും ഓരോ ലേസർ വെച്ച് നമുക്ക് കയറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ 9 ലേസർ ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മത് ചെയ്യാൻ പോണത് കണ്ട, ഇത് നമ്മൊരു 5 വോൾട്ട് LED ചേസറാണ് കേട്ടോ. ഇത് നമുക്ക് 5 വോൾട്ട് മുതൽ 12 വോൾട്ട് വരെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കിത് ഈ ഓരോ ലേസറിലേക്ക് നമുക്ക് ഓരോ ചാനൽ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഗ്രൗണ്ട് എന്ന് എഴുതിയേക്കണതിനകത്ത് നമുക്ക് ഈ ലേസറിന്റെ എല്ലാ നെഗറ്റീവും കൊണ്ടൊന്ന് സോൾവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബാക്കി കാണുന്ന പിന്നെല്ലാം ഓരോ ലേസറിന്റെയും ഓരോ പോസിറ്റീവ് ലൈനാണ് കേട്ടോ. ഓരോ ലേസറിനും ഓരോ ലൈൻ നമുക്ക് സോൾവ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ നമ്മുടെ ലേസറിന്റെ എല്ലാ നെഗറ്റീവും കൂടി ഒറ്റ ലൈനായിട്ട് ഞാൻ സോൾവ് ചെയ്തെടുത്തിട്ടുണ്ടേ. അപ്പോൾ നമ്മളുടെ ചേസറിന്റെ ബോർഡ് വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ 2 മൾട്ടിവുഡ് ഞാൻ കട്ട് ചെയ്തെടുത്ത് വെക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇത് അവിടെ ഒട്ടിച്ച് ഇത്തിരി ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഒട്ടിച്ച് നമുക്കൊന്ന് ഇത്തിരി ഹൈറ്റ് കൂട്ടിയിട്ട് നമ്മുടെ ഈ ബോർഡ് അതിനകത്ത് സെറ്റ് ചെയ്യാം കേട്ടോ. ഹൈറ്റ് കൂട്ടണം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വയർ ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും കൂട്ടിയില്ലെങ്കിൽ. അപ്പോൾ ഇത് ഹൈറ്റ് കൂട്ടണമെങ്കിൽ നമുക്ക് എല്ലാ ലേസറിൻ്റെ ലൈറ്റും നമുക്ക് ഇതിലേക്ക് ഒന്ന് സോൾവ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ ഹൈറ്റ് കൂട്ടുന്നത്. അപ്പോൾ നമ്മുടെ ചേസറിനകത്ത് ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് ഒട്ടിച്ച് വെക്കാട്ടോ. ഇനി നമ്മുടെ ചേസറിൻ്റെ ഓരോ പോയിന്റിലേക്കും നമ്മുടെ ലേസറിൻ്റെ ഓരോ വയർ വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്ത് കൊടുക്കാട്ടോ. അപ്പോൾ നമ്മളുടെ ലേസറിൻ്റെ നെഗറ്റീവ് ലൈൻ ഇതിലും ബാക്കി എല്ലാ പോസിറ്റീവ് ബാക്കി എല്ലാത്തിലോട്ട് ഞാൻ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ ചേസർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാർജിങ് മൊഡ്യൂളും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ച് വെക്കാമേ. നമ്മുടെ ചേസറിൻ്റെ നെഗറ്റീവിൽ നിന്ന് നമ്മുടെ ചാർജിങ് മൊഡ്യൂളിൻ്റെ നെഗറ്റീവിലേക്കും പോസിറ്റീവിൽ നിന്ന് നമ്മുടെ ചാർജിങ് മൊഡ്യൂളിൻ്റെ പോസിറ്റീവിലേക്കും സോൾവ് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ അഡാപ്റ്ററിൻ്റെ ജാക്കിൽ നിന്ന് നമുക്ക് ഒരു സ്വിച്ച് വഴി നമുക്ക് ഈ മൊഡ്യൂളിലേക്ക് സപ്ലൈ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു പുഷ് ബട്ടൺ സ്വിച്ചാണ് എടുത്തേക്കണത് കൊടുക്കാൻ വേണ്ടിയിട്ട്. സ്വിച്ചിൻ്റെ ലെഗ് കയറാൻ ഭാഗത്തിന് 2 ഹോൾ ഇട്ടിട്ട് നമ്മളത് സോൾവ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സപ്ലൈ ജാക്കിൽ നിന്ന് നെഗറ്റീവ് ഡയറക്റ്റ് നമ്മുടെ മൊഡ്യൂളിലേക്ക് സോൾവ് ചെയ്താം കേട്ടോ. പോസിറ്റീവ് ലൈൻ നമുക്ക് സ്വിച്ച് വഴി നമ്മുടെ ബോർഡിലേക്ക് സോൾവ് ചെയ്യാമേ. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ ബാക്ക് പാനൽ നമുക്ക് ഫ്ലെക്സിക്ക് ഉപയോഗിച്ച് നമുക്കൊന്ന് ഒട്ടിച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് സ്വിച്ച് പിടിപ്പിച്ചിട്ട് സെറ്റ് ചെയ്യാമേ. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ 6 വോൾട്ട് ചാർജർ ഉപയോഗിച്ച് നമുക്കൊന്ന് കുത്തി ഓണാക്കി നോക്കാം. അപ്പോൾ മച്ചാന്മാരെ, പണി നൈസായിട്ടൊന്ന് പാളിയുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഈ ചാർജിങ് മൊഡ്യൂളൊന്ന് മാറ്റിയിട്ട് നമുക്ക് വേറൊരു സാധനം കയറ്റാട്ടോ. ഇതിൽ നമുക്ക് സാധനം ഓണാകുന്നില്ല, ജസ്റ്റ് ഒരു ലൈറ്റ് മാത്രമേ കത്തി കിടക്കുന്നുള്ളൂ. കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നില്ല. എന്താണ് കാര്യം എന്നറിയില്ല. നമുക്ക് എന്തായാലും മാറ്റിയിട്ട് നമുക്ക് വേറൊരു കൺവേർട്ടർ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ആ കൺവേർട്ടർ കേട്ടോ. അപ്പോൾ നമുക്കിത് 35 വോൾട്ട് മുതൽ താഴെയൊക്കെ നമുക്ക് ഡൗൺ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ കണക്ഷനൊക്കെ സെയിം തന്നെയാണ്. ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ഉള്ളത് കേട്ടോ. അപ്പോൾ ഇൻപുട്ടിലേക്ക് നമുക്ക് നേരത്തെ വന്ന ലൈൻ അതിൻ്റെ അകത്തോട്ട് ഇൻപുട്ടിലേക്കും ഔട്ട്പുട്ടിലേക്ക് നമുക്ക് ഈ ചേസറിൻ്റെ ലൈൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ചേസറിലേക്കുള്ള ലൈൻ കൊടുക്കണതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് കറക്റ്റ് ആക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് ഓൺ ചെയ്തിട്ട് നമുക്കൊന്ന് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യണം. 5 വോൾട്ട് നമുക്ക് വോൾട്ടേജ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് വോൾട്ടേജ് ഒന്ന് കറക്റ്റ് ആക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 5 വോൾട്ട് അഡാപ്റ്ററാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ മൊഡ്യൂളിൻ്റെ ഒന്നും ആവശ്യം വരില്ല, നമുക്ക് ഡയറക്റ്റ് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് 6 വോൾട്ട് അഡാപ്റ്റർ ആയതുകൊണ്ടാണ്
ഇപ്പോൾ ഇതുവരെ കൺവെർട്ടറൊക്കെ വെക്കേണ്ടി വന്നു കേട്ടോ. നമുക്ക് ഇതിലൊരു നോബുണ്ട്, അത് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അച്ഛന്മാർ ആ നീല കളർ സാധനം കണ്ടോ, അതിൻ്റെ അകത്തൊരു സ്ക്രൂ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്കൊരു 4 വോൾട്ടിനും 5 വോൾട്ടിനും ഇടയിൽ കൊണ്ട് നിർത്തിയാൽ മതി. അപ്പോൾ ഞാനതിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു 4.7 റേഞ്ചിൽ കൊണ്ട് നിർത്താനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. 5 ആയാലും കുഴപ്പമില്ല, 5 വോൾട്ടിൽ കൊണ്ട് നിർത്തിയാൽ 5 വോൾട്ട് നിർത്തിയാൽ മതി. 4.78 പോലെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. 4.79 ആണ് ഇപ്പോൾ ഞാൻ വോൾട്ടേജ് സെറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം നമുക്ക് വോൾട്ടേജ് കൂട്ടണമെങ്കിൽ കൂട്ടി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചേസറിലേക്കുള്ള ലൈൻസ് ഓർഡർ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് ഓണാക്കി നോക്കാമേ. അപ്പോൾ ഗൈസ് നമ്മുടെ സാധനം സെറ്റ് ആകണ്ട കേട്ടോ. അപ്പോൾ അതേ വർക്കിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കവറൊക്കെ പൂട്ടിയിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ നമുക്ക് നമ്മുടെ കവറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടും സ്ക്രൂ ചെയ്ത് സെറ്റ് ആക്കിയിട്ട് ഓണാക്കി നോക്കാം കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ പവർ സപ്ലൈ കുത്തി ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഓണാക്കി നോക്കാം കേട്ടോ. അത് നമുക്ക് അത് ചേസറിലായിട്ടൊന്ന് ഓണാക്കി നോക്കാമേ. റെഡ് ഡോട്ട് കാണുന്നുണ്ടോ? ലൈറ്റ് ഓഫ് ആക്കിയാൽ ക്ലിയർ ആയിട്ട് കാണുള്ളൂ കേട്ടോ. ഞാൻ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തരാം. നമുക്ക് ചേസറിന് സ്പീഡ് കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും കേട്ടോ. നമുക്ക് ലേസർ ഓൺ ആക്കി നോക്കാം കേട്ടോ, മെയിൻ ലേസർ. ഇനി നമുക്ക് മോട്ടറിൻ്റെ കൺട്രോൾ സ്പീഡ് ഒന്ന് ഓടിച്ച് നോക്കാം കേട്ടോ. ആദ്യത്തെ മോട്ടർ ഓൺ ആക്കിയതിൻ്റെ ആണ് കേട്ടോ. രണ്ടാമത്തെ ഓണാക്കി നോക്കാം കേട്ടോ. നമുക്ക് സ്പീഡ് കൂട്ടുന്നതനുസരിച്ച് വേറെ വേറെ ഡിസൈനൊക്കെ വന്നിട്ടിരിക്കും കേട്ടോ. 2 മോട്ടറിൻ്റെ സ്പീഡ് വേരിയേഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പല പല ഡിസൈനായിട്ട് പറ്റുന്നുണ്ടിരിക്കും കേട്ടോ. മച്ചാന്മാരെ നമുക്കിനി നൈസായിട്ട് ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് നോക്കാം കേട്ടോ. നമുക്ക് സ്പീഡ് ഒന്ന് കൂട്ടി നോക്കാമേ ഫാൻ്റെ. ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് ഇത്തിരി ലെങ്ത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി വലുതാകും കേട്ടോ സംഭവം. ഞാനിപ്പോൾ അടുത്തോട്ടടുത്ത് വെച്ചിട്ടാണ് ഇത്രയും ചെറുതായിട്ട് കാണുന്നത്. നമുക്ക് പല പല ഡിസൈൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. മച്ചാന്മാരെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. മച്ചാന്മാരെ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിച്ചേക്കണേ. നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു എനർജി കൂടി ഉണ്ടാവും കേട്ടോ. ചെറിയൊരു സ്മോക്കും കൂടി ഇട്ടാൽ അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നണം. നമുക്കൊന്ന് സ്മോക്കും കൂടി ഇട്ട് നോക്കിയാലോ. മച്ചാന്മാരെ സ്മോക്കും കൂടി ഇട്ടപ്പോൾ അടിപൊളിയാട്ടോ, സെറ്റ് സാധനം. മച്ചാന്മാരെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.